നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ജനം മടുത്തിട്ടാണ് വോട്ട് ചെയ്തത്. കേട്ടപ്പോൾ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സിങ്ക് ആവുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ശരിക്കും സിങ്ക് ആവുന്നുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം നമ്മൾ കാക്കുന്നത് എന്താണ്? വികസനം, ജനക്ഷേമം, കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുക, ശമ്പളം മുടങ്ങിയ KSRTC ഉദ്ധരിക്കുക, എണ്ണയിട്ട യന്ത്രം പോലെ വകുപ്പുകൾ, മന്ത്രിമാർ, പുതിയ സ്കൂളുകൾ, ഹൈടെക് സംവിധാനങ്ങൾ, ലോകോത്തര റോഡുകൾ, കേരളം നമ്പർ 1, അതും എല്ലാ വർഷവും 10 വർഷം തുടർച്ചയായിട്ട്. ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ, വെറും 600 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 2000 ആക്കി. അപ്പോൾ ഇതൊക്കെ കേട്ടും കണ്ടും ജനം ശരിക്കും മടുത്തു. ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം മൃഷ്ടാനായിട്ട് ഉണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും മലയാളി ഇതൊന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ചേഞ്ച് വേണം. ഇപ്പം ചേഞ്ച് ശരിക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ജനത്തിനൊരു മടുപ്പായിരുന്നു. ഇത് കണ്ടും കേട്ടും ഒരു നേരം പോക്കിട്ടായിരുന്നില്ല. ആ രസത്തിന് വേണ്ടിയിട്ട് ജനം ഒന്ന് മാറി ചിന്തിച്ചു. അപ്പോൾ അത് ഏകദേശം ജനം എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് കാര്യങ്ങൾ അങ്ങോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ദിവസം തന്നെ, ഇലക്ഷൻ റിസൾട്ട് വന്ന ആദ്യത്തെ ദിവസം തന്നെ ആദ്യമായിട്ട് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരുക്കിയത് മുസ്ലിം ലീഗാണ്. ആടിൻ്റെ തല അങ്ങോട്ട് അറുത്ത് ഒരു കമ്പിലൊക്കെ കെട്ടി അട്ടിച്ച് പൊളിച്ച് ഇങ്ങനെ കറക്കി നമ്മളൊക്കെ ഒന്ന് രസിപ്പിച്ചു. മാത്യു കുഴൽനാടൻ പാവം നല്ല വക്കീലാണ്, സ്വന്തമായിട്ട് ഓഫീസൊക്കെ ഉള്ള പുലിയാണെന്നാണ് മുസ്ലിം ലീഗുകാർ ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതോ ഒരു നേരത്ത് അറിയാതെ ഒരു കാര്യം കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ലീഗ് ഇടവരുന്നത്. ലീഗുകാർക്കൊക്കെ കൊണ്ടില്ല. കുഴലൂത്തുകാരൻ്റെ കുഴലൂത്ത് ലീഗിനോട് വേണ്ട അത്രേ. വക്കീൽ പണി അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. വക്കീൽ പണിയിൽ എവിടെ തൊട്ടാലും മൊത്തം പാളിയിരിക്കുകയാണ്. എവിടെ വാദിച്ചാലും എങ്ങനെ വാദിച്ചാലും ഒക്കെയിലും അമ്പേ പരാജയപ്പെടുകയാണ്. സുപ്രീം കോടതി ആൾക്ക് ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ആൾക്കൊരു തെല്ലും കുലുക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താടാ ഇങ്ങനെ സംഭവിക്കാൻ കാരണം. അപ്പോഴല്ലേ മനസ്സിലായത് ആൾക്ക് വക്കീൽ പണിക്കാൻ ഇഷ്ടമുള്ള പണി വേറെ വലതായിരുന്നു. അത് ലീഗുകാരൻ്റെ അത് പുറത്ത് പറഞ്ഞു. നടക്കട്ടെ. കോൺഗ്രസ്സുകാർ KC വേണുഗോപാലിൻ്റെ ഫ്ലെക്സിൽ പാലഭിഷേകം പൊളിച്ചു. നമ്മളെ തമിഴ് സിനിമയിലും വിജയും അജിത്തിൻ്റെ ഒക്കെ സിനിമ റിലീസാകുമ്പോൾ നമ്മന്മാർ പരിപാടി കണ്ടായിരുന്നത്. ഇത് സിനിമയല്ല, രാഷ്ട്രീയത്തിൽ തകർത്തു. പിന്നെ കുറച്ച് കഴിയുമ്പോണ്ടാ വേറൊരു കൂട്ടർ അതേ KCയുടെ നെഞ്ഞത്ത് കരിയോയിൽ ഒഴിച്ചേക്കുക. അത് പിന്നെ രസം. മാത്യു കുഴൽനാടൻ്റെ മണ്ഡലത്തിൽ, മറ്റൊരു മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാക്സിൽ നിന്ന് തല മാത്രം വെട്ടിമാറ്റി. തല മാത്രം വെട്ടിമാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് ലീഗ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതങ്ങോട്ട് കത്തിച്ചു. പോരെ മച്ചാന്മാരെ, ഇനി എൻ്റർടൈൻമെൻറ്റ് എന്തെല്ലാം കാണാൻ കിടക്കണം. അങ്ങനെ അങ്ങോട്ട് രസം പിടിച്ചിങ്ങനെ വരുമ്പോൾ PD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞ ഒരു മച്ച നാട് റോട്ടിൽ മണ്ണെണ്ണ ഒഴിച്ച് ഷെഡി പുറത്ത്. ഇതിൽ കൂടുതൽ എന്താണ് മച്ചാന്മാരെ നിങ്ങൾക്ക് വേണ്ടത്? എൻജോയ്, എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ റീൽസിൻ്റെ കാലമല്ലേ. ഇനി റീൽസും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, ഒന്നും വേണ്ട.